മഷ്റൂമൊക്കെ നമുക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും മഷ്റൂമൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ. അത് നല്ല നാടൻ കൂണാണെങ്കിൽ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്കിതാ നല്ല കുറച്ച് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച മഷ്റൂമാണ്. അപ്പോൾ ഇതാ മഷ്റൂം വെച്ചിട്ട് നല്ലൊരു അടിപൊളി മഷ്റൂം കറി ഉണ്ടാക്കിയാലോ. കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് പറക്കുന്ന ആവി പറക്കുന്ന പുട്ടും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ ഇതാ മഷ്റൂമൊക്കെ കൂണൊക്കെ കഴുകി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്കിന് ഞാൻ ഇതാ ഒരു 2-3 അല്ലി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ അതെല്ലാം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇവിടെ നല്ല മഴയാണ്, രാവിലെ തന്നെ മഴയാണ് കേട്ടോ. രാവിലെയല്ല, ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ മഴയാണ്, മഴയും കാറ്റും ഒക്കെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ? അപ്പോൾ ദാ ഇവിടെ 2 ദിവസമായിട്ട് എന്താണേലും നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ഞാൻ ചെറുതാക്കിയാണ് അരിഞ്ഞത്. അപ്പം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ട് കേട്ടോ, ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് കഴിയുമ്പോഴേ. അപ്പോൾ അതാ നന്നായിട്ട് അതെല്ലാം വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ മഷ്റൂമൊക്കെ കറി വയ്ക്കുമ്പോൾ ഞാനിവിടെ സാധാരണ ചപ്പാത്തി ആയിരിക്കും കേട്ടോ കൂടുതൽ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഇവിടെ മഷ്റൂം ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞാൻ ദാ പുട്ടിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ മഷ്റൂം കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ദാ നമ്മുടെ സവോളയൊക്കെ വഴണ്ടി വന്നപ്പോഴത്തേക്കിന് ഞാൻ ദാ ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഒരു തക്കാളിയുടെ പകുതിയും കൂടെ ഇട്ട് കൊടുത്ത് അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ്. തക്കാളി ഞാൻ ചെറുതാക്കി കുനുകുനയാണ് അരിഞ്ഞത്. തക്കാളി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം, അല്ലെ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ദാ നമ്മുടെ തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വഴണ്ട് വന്ന തക്കാളി ഞാൻ ഒന്നും കൂടി ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവേ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ലേശം ഗരം മസാലയും കൂടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ഒരു സ്പൂണ് എടുത്തിട്ടില്ല, ഒരു സ്പൂണിൽ പകുതിയേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കഴുകി റെഡിയാക്കി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കൂണും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. കൂണും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടില്ലായിരുന്നേ. അപ്പോൾ ഇതാ കൂണും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടച്ചു വെക്കും കേട്ടോ. നമ്മൾ പിന്നെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ലേ, നമ്മുടെ കൂണിനകത്തുനിന്ന് തന്നെ ഉള്ള വെള്ളം ആയിക്കോളും കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് നമ്മുടെ കൂണൊക്കെ വെന്ത് കിട്ടുവേ. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ മഷ്റൂം കറിയുടെ കൂട്ടത്തിൽ നമ്മൾ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം പുട്ടും മഷ്റൂം കറിയും ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം പറ്റുന്ന കൂട്ടുകാരൊക്കെ ഇതുപോലെ മഷ്റൂമൊക്കെ വാങ്ങിക്കുന്ന സമയം പുട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പുട്ടുണ്ടാക്കി പുട്ടിൻ്റെ കൂട്ടത്തിലൊന്ന് കഴിച്ച് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വീണ്ടും വീണ്ടും പിന്നെ ഇത് നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്യാൻ തോന്നും കേട്ടോ. അപ്പോൾ പറ്റുന്ന കൂട്ടുകാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാവേ. അപ്പം പലരും പല രീതിയിലൊക്കെയല്ലേ മഷ്റൂമൊക്കെ കറി വെക്കുന്നത്. ഞാൻ ഈ രീതിയിലാണ് കേട്ടോ മഷ്റൂം കറി വെക്കുന്നത്. ഈ രീതിയിലും വെക്കും, പിന്നെ തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പുട്ടിൻ്റെ കൂട്ടത്തിലായതുകൊണ്ടാണ് കുറച്ച് ഗ്രേവി രൂപത്തിൽ കറി വെക്കുന്നത്. അപ്പോൾ ദാ കറി ഞാൻ എല്ലാം ഇളക്കിയതിന് ശേഷം കറി അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് നമ്മുടെ കറിയുടെ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ലായിരുന്നല്ലോ. ഇത്രയും വെള്ളം നമ്മുടെ മഷ്റൂമിനകത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാവേ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കുവാണ്. വീണ്ടും അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് നമ്മുടെ കറിയൊക്കെ നമ്മൾ ആ വെള്ളമൊക്കെ വറ്റി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഒരുവിധം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ലേശം തേങ്ങാപ്പാൽ. അപ്പോൾ ഞാൻ ഈ സമയം ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയാണ്, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലേശം തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയുടെ ഒരു പാലേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ആ തേങ്ങയുടെ ഒരു പാലങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടാം പാല് അങ്ങനെ പാലൊന്നും എടുത്തിട്ടില്ല, ഒരു പാലായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ
മുളക് പൊടിയൊക്കെ ഇട്ട പാത്രത്തിലാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചത്. അതുകൊണ്ടാണ് ആ പാത്രത്തിലൊരു ചെറിയൊരു കളർ വ്യത്യാസം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മഷ്റൂമൊക്കെ വെന്ത് വന്നപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. അതാ ഈ പരുവത്തിന് ഒരുവിധം കുറുകിയല്ല എന്നാൽ ചാറുമല്ലാത്ത രീതിയിലാണ് കേട്ടോ നമ്മുടെ മഷ്റൂം ഇപ്പം റെഡിയായി വന്നിരിക്കുന്നത്. ഈ പരുവത്തിനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒത്തിരി ചാറായാലും നമ്മുടെ മഷ്റൂം കറിക്ക് അധികം ടേസ്റ്റ് ഉണ്ടാവത്തില്ലേ. അപ്പോൾ ഇതാ നമ്മുടെ ചാറൊക്കെ ഈ പരുവത്തിനായി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ പുട്ടിന് ഞാൻ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതാ പുട്ടുകുറ്റിക്കകത്തേക്കിട്ട് പുട്ടും കൂടി അങ്ങ് റെഡിയാക്കി എടുക്കാവേ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. അപ്പോൾ അങ്ങനെ പറ്റുന്ന കൂട്ടുകാർ മഷ്റൂം കറിയും പിന്നെ ഇതാ പുട്ടും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പുട്ടും മഷ്റൂം കറിയും കഴിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരുടെ അടുത്തും ടാറ്റാ ബൈ ബൈ.